നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ ഒരു ലീഡിങ് റൈറ്ററായിട്ടുള്ള ചിത്രാ മുഗ്ധൾ എഴുതിയ ഗിലിഗഡു എന്ന നോവലാണ്. അപ്പോൾ അവരൊരു സമകാലീനയും യഥാർത്ഥവാദിയായിട്ടുള്ള റൈറ്ററാണ്. റൈറ്ററിനെ പറ്റി അധികം ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല, എന്നാലും മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നേരത്തെ പറഞ്ഞ പോലെ മോഡേൺ ഹിന്ദി ലിറ്ററേച്ചറിലെ ഒരു ലീഡിങ് റൈറ്ററാണ്. ആവാൻ എന്ന നോവലിന് 2003 വ്യാസ് സമ്മാൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് ലേഡിയാണ്, ഈ വ്യാസ് സമ്മാൻ ലഭിക്കുന്ന ഫസ്റ്റ് ലേഡിയാണ് ചിത്രാ മുഗ്ധൾ. അതുപോലെ സാഹിത്യത്തിലെ ഏറ്റവും ഹയസ്റ്റ് അവാർഡായിട്ടുള്ള സാഹിത്യ അക്കാദമി 2019 ചിത്രാ മുഗ്ധളിൻ്റെ നോവലായിട്ടുള്ള പോസ്റ്റ് ബോക്സ് നമ്പർ 203 നാലാ സോപ്പാര എന്ന രചനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ചിത്രാ മുഗ്ധളിൻ്റെ ഈ ഗിലിഗഡു എന്ന നോവൽ വൃദ്ധ വിമർശനം, അതായത് വൃദ്ധരായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ പറയുന്ന ഒരു വൃദ്ധ വിമർശ എന്ന വിഭാഗത്തിൽ പെടുന്ന ഒരു നോവലാണ്. ഇത് വളരെ ഒരു ചെറിയൊരു നോവലാണ്. ഇതിൽ 13 ദിവസത്തെ സ്റ്റോറിയാണ് പറയുന്നത്. മെയിൻ ക്യാരക്ടേഴ്സ് പ്രായമുള്ള രണ്ട് വ്യക്തികൾ. അവരുടെ പേരാണ്, ഒന്ന് റിട്ടയർഡ് ആയിട്ടുള്ളൊരു എൻജിനീയറാണ് ജസ്വന്ത് സിംഗ്. അതുപോലെ മറ്റൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള കേണൽ വിഷ്ണു നാരായൺ സ്വാമി. ഇവർ രണ്ടുപേരുമാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ലൈഫ് സ്റ്റോറിയിൽ ഇവരുടെ രണ്ടുപേരുടെ ലൈഫിൽ കൂടിയാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഈ ചിത്രാ മുഗ്ധൾ എഴുതിയ ഗിലിഗഡു എന്ന നോവൽ ഹിന്ദി സാഹിത്യത്തിലെ ഒരു ഡിഫറെൻ്റായിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തൊരു നോവലാണ്. ഇതിൽ പ്രായമായവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തതയുടെ വേദന, അവരുടെ വിഷമങ്ങൾ, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ എല്ലാം ഈ ഗിലിഗഡുവിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യഥാർത്ഥത്തെ, അതായത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഭവത്തെ തന്നെ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ നോവലിലൂടെ കാണിച്ചിരിക്കുന്നത്. പ്രശസ്ത ഇംഗ്ലീഷ് വിവർത്തക എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റർ, റൈറ്ററുമായിട്ടുള്ള പ്രിയങ്ക സർക്കാർ ഈ ഗിലിഗഡു എന്ന നോവൽ ദ ലോസ്റ്റ് ഡേയ്സ് എന്ന പേരിൽ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദ ലോസ്റ്റ് ഡേയ്സ്. ഇനി ഈ ഗിലിഗഡു എന്ന നോവലിലെ മെയിൻ ക്യാരക്ടേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ റിട്ടയർഡ് എൻജിനീയർ ആയിട്ടുള്ള ജസ്വന്ത് സിംഗ്, അതുപോലെ റിട്ടയർഡ് ആർമി മെൻ ആയിട്ടുള്ള കേണൽ വിഷ്ണു നാരായണ സ്വാമി എന്നിവരാണ്. അതുപോലെ ഇവരുടെ ഫാമിലി മെമ്പേഴ്സും കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. ഈ സ്റ്റോറി നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിലാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇതെന്ന് പറയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ശൈലി, അതായത് പാസ്റ്റും വരുന്നുണ്ട്, ഇതിനിടയ്ക്ക് പ്രസൻറ്റും വരുന്നുണ്ട്. ഈ പാസ്റ്റും പ്രസൻറ്റും, കഴിഞ്ഞതും ഇപ്പോഴത്തതും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടൊരു രീതിയിലാണ്, ഓർമ്മ പോലെ ഒക്കെയാണ് ഇത് പറയുന്നത്, ഈ സ്റ്റോറി നടക്കുന്നത്. ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. ഓക്കെ. ഈ ജസ്വന്ത് സിംഗ് അദ്ദേഹം ഭാര്യയുടെ കൂടെ കാൺപൂരിൽ ഒരു വീട്ടിലായിരിക്കും താമസിച്ചിട്ടിരുന്നത്. അപ്പോൾ ഭാര്യ മരിച്ചു പോകുന്നു. അങ്ങനെ ഭാര്യ മരിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിച്ച് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹവും ഹാർട്ട് അറ്റാക്ക് പിടിച്ച് ഭാര്യനെ പോലെ തന്നെ ഒരു ദിവസം ഹാർട്ട് അറ്റാക്ക് പിടിച്ച് മരിക്കുകയാണ്. പക്ഷേ ആരും അങ്ങനെ അറിയത്തില്ല, കാരണം അയാൾ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ആരും അറിയാണ്ട് ഈ സ്മെല്ല് കാരണം, ആളെ കാണണ്ടായി, ഈ സ്മെല്ല് കാരണമാണ് ആൾക്കാർ അറിയുന്നത് അദ്ദേഹം മരിച്ച് വീട്ടിനകത്ത് ഉണ്ടായിരുന്നു എന്ന കാര്യം. അപ്പോൾ ഭാര്യയുടെ മരണവും സുഹൃത്തിൻ്റെ മരണവും ഒക്കെ ഈ ജസ്വന്ത് സിംഗിനെ ഭയങ്കരമായിട്ട് തളർത്തും. ഇദ്ദേഹത്തിന് എപ്പോഴും സ്വന്തം വീട്ടിനകത്തിരിക്കുമ്പോൾ ഈ സ്മെല്ലൊക്കെ തോന്നാൻ തുടങ്ങും. അതായത് ഒരു മരണഭയം, ഒരു പേടിയൊക്കെ തോന്നും, തനിക്കും ഈ ഒരു അവസ്ഥ വരുമോ, ഒറ്റയ്ക്കാണ് അദ്ദേഹം താമസിക്കുന്നത്, അങ്ങനെയൊക്കെ അദ്ദേഹത്തിനൊരു ഭയം ഒക്കെ തോന്നാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടറിനെ സമീപിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ പ്രശ്നമാണ്, ഭാര്യയും മരുമകളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കൂടെ പോയി താമസിക്കണം, ഈ പ്രായമായിട്ട് ഇനി ഒറ്റയ്ക്ക് താമസിക്കുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ അദ്ദേഹം കാൺപൂരിലുള്ള വീട് വിട്ടിട്ട് എല്ലാം അവിടെ ഉപേക്ഷിച്ച് ഡൽഹിയിലോട്ട് പോകണം. അപ്പോൾ അദ്ദേഹം നല്ലൊരു പോസ്റ്റിൽ ഇരുന്ന ഒരാളാണ്. അപ്പോൾ റിട്ടയർഡ് ആയതുകൊണ്ട് തന്നെ നല്ല ക്യാഷൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഡൽഹിയിൽ തൻ്റെ മകൻ നരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു IT കമ്പനിയിൽ അത്യാവശ്യം നല്ല ഹൈ സാലറി ഉള്ള ഹൈ ക്ലാസ് ജോബൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ മകൻ്റെ ഭാര്യ സുനൈന, അതുപോലെ അവരുടെ മക്കൾ ആൺകുട്ടികളാണ്. അപ്പോൾ ഇവരുടെ കൂടെ താമസിക്കാനായിട്ട് ജസ്വന്ത് സിംഗ് ഡൽഹിയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവർ പോകുന്ന സമയത്ത് ഈ ജസ്വന്ത് സിംഗിന് അവിടെ റൂമൊന്നുമില്ല. ഇദ്ദേഹത്തിന് നാട്ടിൽ വെച്ച് കാൺപൂരിൽ വെച്ച് തന്നെ പൈൽസിൻ്റെ അസുഖമൊക്കെ ഉണ്ട്, കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ട്.
അദ്ദേഹം അപ്പോൾ അവിടെ അതായത് ബ്ലഡ് പോവുകയും അങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ട്, ഭക്ഷണം ശരിയാവാത്തതും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഡെയിലി ന്യൂസ് കാണുന്ന സ്വഭാവമുണ്ട്. അതുപോലെ നല്ല നല്ല ഫുഡ് ചൂടോടെയൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭാര്യ പോയതിന് ശേഷം പിന്നെ നോക്കാനൊന്നും അങ്ങനെ ആരും ഇല്ലല്ലോ. എന്നാലും അദ്ദേഹം സ്വന്തമായിട്ട് സ്വന്തം കാര്യമൊക്കെ നോക്കി നടക്കാമായിരുന്നു. എന്നിട്ട് ഇവിടെ പോകുമ്പം മരുമകൾക്കൊന്നും അങ്ങനെ പിടിക്കത്തില്ല. അതായത് ഇവർ തമ്മിൽ വലിയ ബോണ്ടൊന്നുമില്ല. അദ്ദേഹം അവിടെ പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ് ആദ്യമേ ഫീൽ ചെയ്യുന്നത്. അദ്ദേഹം തൻ്റെ മകൻ്റെ മക്കളുടെയും ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കാം എന്നൊക്കെ ഒരു ആഗ്രഹത്തിലായിരിക്കും ഡൽഹിയിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ പോയി കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ഓപ്പോസിറ്റായിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് അവിടെ പോയി കഴിയുമ്പോൾ ഒരു റൂമില്ല. അങ്ങനെ ബാൽക്കണിയിൽ വളരെ കുഞ്ഞൊരു സ്പേസാണ് അദ്ദേഹത്തിന് ചെറിയ ഒരു മറയൊക്കെ വെച്ച്, അതായത് ഒരു കർട്ടനോ എന്തെല്ലാം ഇട്ട് ഒരു ചെറിയൊരു മറവ് പോലെയൊക്കെ വെച്ച് ഒരു ചെറിയ റൂം പോലെ തിരിച്ചു കൊടുക്കുകയാണ് ബാൽക്കണി. അപ്പോൾ അവിടെ ഗ്ലാസ്സാണ് ബാൽക്കണിയിൽ, പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ആ ഒരു കുഞ്ഞു സ്പേസിൽ ഓക്കെ ആയിട്ട് പോവാണ്. അതുപോലെ മകൻ്റെ ഭാര്യ സുനൈനയും മക്കളും എപ്പോഴും ടി വിയിൽ എപ്പോഴും അവരാണ് കാണുന്നത്. ഈ പുതിയ മോഡേൺ മൂവീസും പാട്ടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇദ്ദേഹത്തിന് അതൊക്കെ ഭയങ്കര അശ്ലീലമായിട്ട്, അതായത് ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ ജസ്വന്ത് സിംഗ് പഴയ ഒരു വ്യക്തിയാണ്, അദ്ദേഹം എപ്പോഴും ന്യൂസൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പം അയാൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഈ പിള്ളേരും ഇവരൊക്കെ ഇതെന്തെന്നാണ് ഈ വൃത്തികെട്ട സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മോശമായിട്ടുള്ളതൊക്കെ എങ്ങനെയാണ് ഇവർ ഇത്ര കൂളായിട്ട് ഫാമിലി ആയിട്ടിരുന്ന് കാണുന്നത് എന്നൊരു മൈൻഡാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് ന്യൂസ് കാണാൻ പറ്റുന്നില്ല. അതുപോലെ അദ്ദേഹം ചൂടുള്ള ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്. ഈ സുനൈന അദ്ദേഹത്തിന് തൻ്റെ മക്കളും ഹസ്ബൻഡും ഒക്കെ കഴിച്ച് ബാക്കി വന്നതും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുത്തത്, അതുപോലെ ഗസ്റ്റൊക്കെ വന്ന് പോയതിന് ശേഷമുള്ള തണുത്ത ബിസ്ക്കറ്റും അങ്ങനെ പഴകിയ ഭക്ഷണമൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിന് ഈ പൈൽസിൻ്റെ അസുഖവും കോൺസ്റ്റിപ്പേഷനും ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഫുഡും എല്ലാം കൂടി ആകുമ്പം അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ ഭയങ്കര കൂടുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം എല്ലാ ഡ്രസ്സും കൂടി ഒന്നിച്ചായിരിക്കും വാഷിംഗ് മെഷീനിലിട്ട് അലക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് പൈൽസിൻ്റെ അസുഖമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ബ്ലഡ് സ്റ്റെയിനൊക്കെ കാണുമ്പോഴത്തേക്കിനും ഈ സുനൈന പറയും മക്കളുടെ കൂടെയും ഒന്നിച്ചിങ്ങനെ ഇട്ടലക്കണ്ട, അച്ഛൻ സെപ്പറേറ്റ് ബാത്റൂമിൽ വെച്ചിട്ട് അല്ലാണ്ട് അലക്കിയിടണം എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിനത് ഓക്കെ കാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സുനൈന പറയുന്ന രീതി അദ്ദേഹത്തിന് ഒരുപാട് വിഷമം ഉണ്ടാക്കും. അതായത് ഇവളെപ്പോഴും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ കുറ്റം കണ്ടുപിടിച്ച് അങ്ങനെ എപ്പോഴും ഇങ്ങനെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിനിടയ്ക്കൊരു സെൻറ്റൻസ്, അത് മെയിനായിട്ടുള്ളൊരു സെൻറ്റൻസാണ്. ഇവിടെ ഈ സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാണ്, സാധാരണ കുട്ടികളുടെ കുറ്റം ആണ് ആളുകൾ പറയുന്നത്, പക്ഷേ ഇവിടെ ഈ സിറ്റിയിൽ, ഈ ഡൽഹിയിൽ കുട്ടികളുടെ കുറ്റത്തെക്കാളും മുതിർന്നവരുടെ കുറ്റങ്ങളാണ് കൂടുതൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മകൻ്റെ വീട്ടിൽ അദ്ദേഹത്തിനൊരു അപ്നാപൻ അല്ലെങ്കിൽ സ്വന്തം എന്നൊരു ഫീലൊന്നും അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല. ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന് അപമാനിക്കപ്പെടുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഡെയിലി നടക്കാൻ പോകലുണ്ട്. ഇപ്പോൾ രാവിലെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഡെയിലി എല്ലാ ദിവസവും പോവും. അപ്പോൾ ഒരു ദിവസം സുനൈന പറയും വീട്ടിൽ പട്ടീനെയും കൂടി അദ്ദേഹം പോകുന്നതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറയും. അങ്ങനെ ആ പട്ടീനെ നോക്കുന്ന ജോലിയും കൂടി ജസ്വന്ത് സിംഗിന് കിട്ടാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ രണ്ടാമത്തെ ക്യാരക്ടറായിട്ടുള്ള കേണൽ സ്വാമിയായിട്ട് കമ്പനി ആവുന്നത്. അദ്ദേഹം ഒരു മലയാളിയാണ്, കേണൽ വിഷ്ണുനാരായണ സ്വാമി. അങ്ങനെ അവർ കമ്പനി ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം മകൻ നരേന്ദ്രനും മരുമകൾ സുനൈനയ്ക്കും അവരുടെ മക്കൾക്കും തന്നോടൊരു ബന്ധമോ അടുപ്പമോ ഒന്നും ഇല്ലാത്തതിൽ ജസ്വന്ത് സിംഗ് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. ഈ സങ്കടമൊക്കെ അദ്ദേഹം തീർക്കുന്നത്, ആകെയുള്ളൊരു ആശ്രയം എന്ന് പറയുന്നത് ഈ കേണൽ സ്വാമി ആയിരുന്നു. അദ്ദേഹത്തിനോടാണ് എല്ലാം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആകെ കിട്ടിയ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ മകനും മരുമകൾക്കൊക്കെ വേണ്ടത് മരിച്ചുപോയ അമ്മയുടെ നല്ല നല്ല പട്ടുസാരി, അതുപോലെ ആഭരണങ്ങളും അവരുടെ സ്വത്തും. അച്ഛന് റിട്ടയർഡ് ആയാലും ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ക്യാഷും സ്വത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് മരുമകളായിട്ടുള്ള സുനൈനയും എല്ലാവരും ഈ അമ്മായിയച്ഛൻ്റെ കൂടെ ജീവിക്കാൻ നിർബന്ധിതയാകുന്നത്. അങ്ങനെ സഹിച്ചൊക്കെ ജീവിക്കാമെന്ന് പറയില്ലേ, അതുപോലെ.
അപ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാനും നിന്ദിക്കാനും ഒക്കെയുള്ള ഒരു അവസരവും ഈ സുനൈന പാഴാക്കൂല. എല്ലാത്തിലും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് സ്വന്തം വീടാണ് എന്ന് ഒരിക്കലും ജസ്വന്ത് സിംഗിന് തോന്നിയിട്ടില്ല. അത് കാരണം ഇവരുടെ ബിഹേവിയറും കുറ്റപ്പെടുത്തലും ഒക്കെ ആയിരിക്കാം. അങ്ങനെ ഈ സുനൈന തൻ്റെ മക്കളെയും അദ്ദേഹത്തിൻ്റെ അടുത്ത് വിടാണ്ട് എന്തോ ഒരു വിചിത്ര ജീവി പോലെ അങ്ങനെ മാറ്റി നിർത്തിയൊക്കെയാണ് വളർത്തിയത്. അവരെപ്പോഴും ഫോണിലും ഇൻ്റർനെറ്റ്, TV, മൊബൈൽ അങ്ങനെ ഒരു വേൾഡിലാണ് കുട്ടികൾ. അവർ പുറത്തുപോയി കളിക്കുകയോ അങ്ങനെ ഒരു ലൈഫൊന്നും അവർക്കില്ല. ഭയങ്കര ഇങ്ങനെ സ്വയം കേന്ദ്രീകരിച്ച് അങ്ങനെ ആ കുട്ടികളെ വളർത്തി വെച്ചേക്കുന്നത്. അങ്ങനെ അവരുടെ കുട്ടിക്കാലം മൊത്തം അവരിങ്ങനെ ആ ഒരു ഇൻ്റർനെറ്റ് ആ ഒരു ലോകത്ത് ചിലവഴിക്കുകയാണ്. അവരിൽ ഒരു വൈകാരികമോ മാനസികമായിട്ടുള്ള ഒരു ബന്ധവും അങ്ങനെയൊന്നുമില്ല, ഒരു ഫീലിങ്സോ അങ്ങനെയൊന്നുമില്ല. അപ്പം അത്തരം ഒരു കുടുംബത്തിലാണ് ജസ്വന്ത് സിംഗ് തൻ്റെ ഐഡൻറ്റിറ്റി, തൻ്റെ നിലനിൽപ്പ് അതിനെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പണ്ട് തനിക്കൊരു വോയിസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു റിട്ടയർഡ് എൻജിനീയറാണ്, നല്ലൊരു പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇവിടെ വന്നിട്ട് ഒരു പട്ടീനെ പോലെ, അല്ലെങ്കിൽ ആ പട്ടീൻ്റെ അത്ര വില പോലും ഇല്ലാത്ത പോലെ, അത്രയും താണ രീതിയിൽ തൻ്റെ ഒരു അസ്തിത്വം, ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തിയാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. ഒരു കടിച്ച് പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ തൻ്റെ കാൺപൂരിലെ തൻ്റെ ഏകാന്തതയും വിഷമമൊക്കെ മറികടക്കാനാണ് ഡൽഹിയിലേക്ക് എത്തിയത് മകനോടൊപ്പം താമസിക്കാൻ. പക്ഷേ ഇവിടെ മകനോ മരുമകൾക്കോ കൊച്ചുമക്കൾക്കോ ആർക്കും സമയമില്ല. ഒരു ദിവസമാണെങ്കിൽ ഇദ്ദേഹം ബാൽക്കണിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പം ഒരു റൂം പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വാഷ്റൂമിൽ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ പൈജാമ താഴ്ത്തിയിട്ട് മരുന്നെന്തോ ഇടുമായിരുന്നു. അപ്പോൾ അവിടെ ഗ്ലാസ്സാണ്. അദ്ദേഹം പുറത്തൊന്നും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അയൽപ്പക്കത്തെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള ആരാണ്ടോ ഒരു പെൺകുട്ടി, അവിടുത്തെ പെൺകുട്ടി ഇദ്ദേഹത്തെ നിരീക്ഷിക്കുകയും കാണുകയും ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടിക്ക് തോന്നുന്നത് ഇദ്ദേഹം ആ കുട്ടീനെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കുട്ടീനെ ഉദ്ദേശിച്ച് ഇദ്ദേഹം ഡ്രസ്സ് താഴ്ത്തി എന്നാണ് ആ കുട്ടിക്ക് തോന്നുന്നത്. അപ്പോൾ കുട്ടി പോയിട്ട് അമ്മയടുത്ത് പറയും. അവർ വന്നിട്ട് സുനൈനയോട് കംപ്ലൈൻറ്റ് പറയാണ്, ഇങ്ങനെ ഇന്നയാൾ ഇങ്ങനെ ചെയ്തു, നിങ്ങളുടെ അമ്മായിയപ്പൻ ഇങ്ങനെ ബിഹേവ് ചെയ്തു, എൻ്റെ കൊച്ചിനെ കണ്ടിട്ട് ഇങ്ങനെ ഡ്രസ്സ് താഴ്ത്തി എന്നൊക്കെ പറയുമ്പം ഓട്ടോമാറ്റിക്കലി എല്ലാവരും റോങ് ആയിട്ട് എടുക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. ആ ഒരു കിട്ടിയൊരു സ്പേസിൽ അദ്ദേഹം മരുന്നിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചുറ്റുപാടൊന്നും ശ്രദ്ധിച്ചില്ല. വയസ്സായ ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സുനൈന വന്നിട്ട് ഭയങ്കര മോശമായിട്ട് അദ്ദേഹത്തെ പറയണത്. അതായത് അദ്ദേഹം ക്യാഷ് ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റെഡ് സ്ട്രീറ്റിൽ പോയാൽ പോരെ, അതിനൊക്കെയുള്ള ആവശ്യമുണ്ടല്ലോ, ഇവിടെ കിടന്ന് എന്തിനാണ് ഞങ്ങൾ അപമാനിക്കുന്നത്, ഞങ്ങൾക്ക് എന്തിനാ ഒരു മോശം ഉണ്ടാക്കുന്നത്, എന്തിനാ മറ്റുള്ളവരെ മോശമായിട്ട് പെരുമാറുന്നത്, അങ്ങനെയൊക്കെ ഒരു അറപ്പുളവാക്കുന്ന ഒരു ആരോപണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു ആരോപണമാണ് ഈ സുനൈന ഉയർത്തുന്നത്. എന്നിട്ട് അവൾ പറയുകയാണ്, യുവത്വത്തിൻ്റെ ആവേശം ഇനിയുണ്ടെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. റെഡ് ലൈറ്റ് ഏരിയയിൽ പോവുക, പെൻഷനൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയാൽ പോരെ, അവിടെ പോയിട്ട് അസുഖം തീർത്താൽ പോരെ, അങ്ങനെ ഒരു മൈൻഡിലാണ് അവൾ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒന്നും ആർക്കും കേൾക്കാൻ സമയമില്ല. നരേന്ദ്രനോട് ഇങ്ങനെ കാര്യം പറയാൻ ശ്രമിക്കുമ്പം അവനും വളരെ മോശമായിട്ട് അച്ഛനെ കാണുന്നത്. അങ്ങനെ ഭയങ്കര വിഷമമാണ് അദ്ദേഹത്തിന്. ഇതെല്ലാം പോയിട്ട് കേണൽ സ്വാമിയോടാണ് പറയുന്നത്. അപ്പം അദ്ദേഹം സമാധാനിപ്പിക്കുകയാണ്, സാരമില്ല പോട്ടെ. അദ്ദേഹത്തിൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ 3 ആൺമക്കളും മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. കൊച്ചുമക്കൾ 2 പേരുടെ പേരാണ് കുമുദിനിയും കാത്യായനി. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ വീട്ടിലെ കാര്യം, എൻ്റെ മരുമോൾ ഭയങ്കര കിടിലൻ കുക്കാണ്, അവളിങ്ങനെ അടിപൊളിയാണ്, എന്നോട് ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്, എൻ്റെ മരുമക്കൾക്കെല്ലാം ഭയങ്കര സ്നേഹമാണ്, ഇഡ്ഡലി സാമ്പാറൊക്കെ നീ കഴിച്ചിട്ടുണ്ടോ, ഭയങ്കര ടേസ്റ്റാണ്, ഞാൻ ഒരു ദിവസം കൊണ്ടുതരാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പറ്റി പറയുമ്പോൾ ഈ ജസ്വന്ത് സിംഗിന് ഭയങ്കര കൊതിയാവും. താൻ ആഗ്രഹിക്കുന്ന പോലൊരു ഫാമിലിയാണ്, ഭയങ്കര ലക്കിയാണെന്നൊക്കെ വിചാരിക്കും. ഈ കേണൽ സ്വാമിയുടെ വൈഫ് മരിച്ചുപോയി. അപ്പോൾ വൈഫ് മരിച്ചു, അദ്ദേഹം മിലിറ്ററിയിലായിരുന്നല്ലോ. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഫാമിലിയുടെ കൂടെ ഹാപ്പി ആയിട്ട് എല്ലാവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കാമെന്നൊക്കെയാണ് പറയണം. അവർക്കെല്ലാം സെപ്പറേറ്റ് വീടുണ്ട്, നല്ല ജോബ്, നല്ല പ്രൊഫഷനൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും ഒരു കൂട്ടുകുടുംബം പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ജസ്വന്ത് സിംഗിനോട് വന്നിട്ട്. എന്നിട്ട് ഈ കൊച്ചുമക്കൾ കാത്യായനി കുമുദിനി കുഞ്ഞു പിള്ളേരാണ്. ഇവരെപ്പോഴും ഈ മുത്തച്ഛ എന്ന് വിളിച്ച് അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പു എന്നാണ് വിളിക്കണേ. അപ്പോൾ അങ്ങനെ അപ്പു എന്ന് വിളിച്ചിട്ട് പുറകെ നടക്കും. ഇവരെ അദ്ദേഹം കിളികൾ, മലയാളത്തിലെ കിളികൾ എന്നാണ് പറയണത്.
അപ്പോൾ ഈ കിളികളുടെ ഹിന്ദിയാണ് ഗിലികൾ. കിളികളു, ഗിലിഗഡു അങ്ങനെ. ഇതിൻ്റെ ഈ നോവലിൻ്റെ പേര് തന്നെ ഗിലിഗഡു എന്നാണ്. അപ്പോൾ ആ കിളികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം കിളികൾ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പം ഈ ജസ്വന്ത് സിംഗിൻ്റെ മനസ്സിലും ഭയങ്കര സന്തോഷം. അവരെ കാണണം. ഈ കുട്ടികളുടെ ഫേസൊക്കെ ഇങ്ങനെ അദ്ദേഹം ഓർക്കും മനസ്സിൽ. നല്ല ഫാമിലി, മരുമക്കൾ, എന്ത് രസമായിരിക്കും, നല്ല ടേസ്റ്റി ഫുഡ്, ഭയങ്കര ലക്കിയാണ് ഈ കേണൽ സ്വാമി എന്നൊക്കെ വിചാരിക്കും. അപ്പം പിന്നൊരു സംഭവം, ഇദ്ദേഹത്തിന് നടക്കാൻ പോകുമ്പം ഒരു ചപ്പലായിട്ടിട്ട് പോണത്. ഇതൊക്കെ ഫസ്റ്റ് നടക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ അദ്ദേഹം സ്ലിപ്പാവും. ആ സമയത്താണ് സ്ലിപ്പായി വീഴുമ്പോഴാണ് ഈ ജസ്വന്ത് സിംഗ് വന്ന് കൈ കൊടുത്ത് കേണൽ സ്വാമി വന്ന് ഈ ജസ്വന്ത് സിംഗിനെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും പിന്നെയാണ് അവർ കമ്പനി ആവുന്നത്. അപ്പോൾ ഒരു ഷൂസ് മേടിച്ചിടാൻ പറയും. ഇദ്ദേഹത്തിന് കാൺപൂർ വെച്ചിട്ട് ഇഷ്ടം പോലെ ഈ ഷൂസിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. വൈഫ് ഉണ്ടായിരുന്നപ്പോൾ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ വരാൻ നേരത്ത് ഓരോ ഡ്രസ്സിനും അദ്ദേഹത്തിന് ഓരോ ഷൂസുകൾ, ഇഷ്ടം പോലെ ഷൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ വരാൻ നേരത്ത് ഇതെല്ലാം എടുത്ത് കൊടുക്കുകയാണ്. മകൻ പറയും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, എടുത്ത് കൊടുക്കാൻ പറയണം. അങ്ങനെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ പോകുമ്പോഴും ഒരു നല്ല ഷൂസില്ല. അപ്പോൾ മകനോട് പറഞ്ഞാൽ മേടിച്ച് തരോ ഇല്ലേ, അദ്ദേഹത്തിനൊരു ഡൗട്ടാണ്. നല്ല ക്യാഷും എല്ലാം ഉണ്ട്, പക്ഷെ മേടിച്ച് തരോ ഇല്ലെന്നൊക്കെ ഒരു ഡൗട്ടാണ്. അപ്പോൾ ഇങ്ങനെ കേണൽ സ്വാമി പറഞ്ഞാൽ ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ പോയി മേടിച്ചാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും ഈ കേണൽ സ്വാമി ഇദ്ദേഹത്തിൻ്റെ ഒരു ഷൂസ് കൊണ്ട് കൊടുക്കുകയാണ്. ഒരു ജൂത്ത, ഒരു ചപ്പല, ഒരു ഷൂസ് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാവും. ഒരു ദിവസം കണ്ട ഒരാൾ തനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാവും. അങ്ങനെയാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കര ഡീപ്പാവുന്നത്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കേണൽ സ്വാമിയുടെ ഫാമിലീനെ പറ്റിയിട്ടൊക്കെ പറയുമ്പം ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. ഒരു ദിവസം വീട്ടിൽ പോകണം. അങ്ങനെ അഡ്രസ്സും നമ്പറൊക്കെ കൊടുക്കും കേട്ടോ. ഈ കേണൽ സ്വാമിയുടെ വീട്ടിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. മരുമക്കളെയും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇന്ന ആൾക്കാരാണ്, അവരതാ ചെയ്യുന്നത്, ഇന്നതാണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കും. ഈ ജസ്വന്ത് സിംഗിന് ഈ മകൻ മാത്രമല്ല, ഒരു മകളുണ്ട്. ശാലിനി എന്നാണ് അവളുടെ പേര്. അവൾ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ മകൾക്കായാലും മകനായാലും ഇദ്ദേഹത്തിൻ്റെ സ്വത്തിനോടാണ് നോട്ടം. അങ്ങനെയൊക്കെ പോയ ഒരു ദിവസം നരേന്ദ്രന് അമേരിക്കയിലേക്ക് പോവാണെന്ന് ഒരിത് വന്നു. അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരിങ്ങനെ ഹരിദ്വാറിലെ ആനന്ദ് നികേതൻ എന്ന് പറയുന്ന വൃദ്ധസദനത്തിൽ ഈ അച്ഛനെ ജസ്വന്ത് സിംഗിനെ ആക്കാനൊക്കെ ഇങ്ങനെ പ്ലാൻ ഇടും. അപ്പോൾ മകൾ ശാലിനിയിലൂടെയാണ് ഈ ജസ്വന്ത് സിംഗ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവാണ്. തൻ്റെ അവസ്ഥ കണ്ടിട്ട് ഈ വീട്ടിൽ ഒരു പട്ടിയല്ല 2 പട്ടിയാണുള്ളതെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. ഒന്ന് ആ വീട്ടിലെ പട്ടിയായിട്ടുള്ള ടോമി, മറ്റൊന്ന് റിട്ടയേർഡ് സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഈ ജസ്വന്ത് സിംഗ്. അദ്ദേഹത്തിന് സ്വയം തോന്നാണ് ഈ വീട്ടിൽ 2 പട്ടിയുണ്ട്, ഒന്ന് ഞാനാണ് എന്നൊക്കെ ഫീൽ ചെയ്യാണ്. ആ ഒരു അദ്ദേഹത്തിന് ഇവർ കൊടുക്കുന്ന ആ ഒരു സ്ഥാനവും ഒക്കെ വെച്ചിട്ട്. ഈ ജസ്വന്ത് സിംഗിൻ്റെ കാൺപൂരിലെ വീട്ടിൽ ഒരു വേലക്കാരിയുണ്ട്, സുൻഗുനിയ. അവൾക്ക് ഹസ്ബൻഡ് മരിച്ചു പോവാണ്. ഇദ്ദേഹമാണ് അവിടെ അഭയം കൊടുക്കുന്നത്. 2 പെൺമക്കളുണ്ട്, രാമവതി, സോമവതി. അപ്പോൾ അവരെ സ്കൂളിൽ വിടണം. ഇവളെല്ലാ കാര്യവും ഇങ്ങനെ ഈ ജസ്വന്ത് സിംഗിനെ വിളിച്ചറിയിക്കും. ഭയങ്കര ഒരു ആരാധനയൊക്കെ പോലെ, എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് അവൾക്ക്. യജമാനൊക്കെ പോലെ ഭയങ്കര ഒരു സ്നേഹമാണ്. അപ്പോൾ എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവളിങ്ങനെ വിളിക്കും. അപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ നേതാവ് പറഞ്ഞു പെൺമക്കളെ സ്കൂളിലേക്ക് വിടണം. അപ്പോൾ അതിന് പെർമിഷൻ ചോദിക്കാൻ പോലും ഈ ജസ്വന്ത് സിംഗിനെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയും ഇവരെ സ്കൂളിൽ വിടണം, പഠിപ്പിക്കണം, ഓട്ടോയിൽ തന്നെ വിടണം, അതിനുള്ള പൈസയെല്ലാം ഞാൻ തന്നോളാം. മാസം 500 രൂപയാണ്, ആ പൈസയൊക്കെ ഞാൻ തന്നോളാം. അതുപോലെ ഇവരുടെ സ്കൂളിൽ വിടുമ്പം രാമവതി, സോമവതി എന്ന പേര് വേണ്ട, പകരം കുമുദിനി, കാത്യായനി, മറ്റേ ഗിലിഗഡു, അതായത് ഈ കേണൽ സ്വാമിയുടെ കൊച്ചുമക്കളുടെ പേരുകളാണ് കാത്യായനി, കുമുദിനി. അപ്പോൾ ആ പേരുകൾ തന്നെ ഇടണം എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ സുൻഗുനിയെ വിളിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇങ്ങനെ ഈ സുൻഗുനിയെ വിളിക്കുന്നതും ഇതൊന്നും ഈ മരുമകളായിട്ടുള്ള സുനൈനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയ്ക്ക് കേണൽ സ്വാമി ഒരു ലംബി കവിത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഒരു കവിത കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ കേണൽ സ്വാമി ന്യൂസ് പേപ്പറിൽ അണിമാദാസ് എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ഒരു പരസ്യം, അതായത് ഈ വിവാഹം, അങ്ങനെ ഒരു പരസ്യം, അത് കണ്ടിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം. അതായത് അവർക്ക് ഹസ്ബൻഡും മക്കളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവർ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട്, അതായത് സ്വയം ഒരു ഡിസിഷൻ എടുക്കുകയാണ്. തനിക്കൊരു കൂട്ട് വേണം,
കഴിഞ്ഞ ഇതൊക്കെ വിട്ടിട്ട് അങ്ങനെ ഒരു ഒറ്റയ്ക്ക് നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കണം എന്നൊരു ഡിസിഷൻ എടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ടാണ് ഈ കേണൽ സ്വാമി ലെറ്റർ അയക്കുന്നത്. അങ്ങനെ പരസ്പരം ലെറ്റേഴ്സ് അയച്ച് ഇവർ ഭയങ്കര കമ്പനി ആവുന്നു. ഏകദേശം ഇഷ്ടത്തിലൊക്കെ പോലെ ആവുകയാണ്. അപ്പോൾ ഈ അനിമദാസ് അദ്ദേഹത്തിനോട് പറയാണ് 28 ഡിസംബറിന് നൈനിത്താളിൽ വെച്ചിട്ട് കാണാം, എന്നിട്ട് അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ അനിമദാസ് ഒരു കവിത കൊടുക്കുകയാണ്, ഒരു ലോങ് ആയിട്ടുള്ളൊരു കവിത. ഇത് ഇദ്ദേഹം ഈ ജസ്വന്ത് സിംഗിനോട് പറയുകയും ജസ്വന്ത് സിംഗിന് വായിക്കാനായിട്ട് ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു ദിവസം ഈ കേണൽ സ്വാമീനെ കാണാണ്ടാവും. അപ്പോൾ ആദ്യത്തെ ദിവസം നോക്കി, രണ്ടാമത്തെ ദിവസം നോക്കി, അങ്ങനെ ആയപ്പം ഇദ്ദേഹത്തിന് ചെറിയ ഡൗട്ട്, എന്ത് പറ്റി ഇനി ഈ നൈനിത്താളിൽ ഇവർ നേരത്തെ അനിമദാസിനെ മീറ്റ് ചെയ്യാൻ നേരത്തെ വെക്കാണോ, അതായത് ഡിസംബർ 28 പറഞ്ഞിരുന്നത്. പക്ഷേ ഇനി എങ്ങാനും ഇവർ ലെറ്റേഴ്സൊക്കെ അയച്ച് നേരത്തെ പോകാൻ പ്ലാനിട്ട് കാണോ, അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗെദറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടാവോ, ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടാവോ, ഓക്കെ ആയിരിക്കുമോ, ഇങ്ങനെ ഭയങ്കര ഒരു ഡൗട്ടാണ്. അപ്പോൾ ഇദ്ദേഹം കൊടുത്ത നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് വിളിക്കുന്നുണ്ട്. കുറേ തവണ വിളിച്ചിട്ടും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ സുനൈന അദ്ദേഹത്തെ ഒരുപാട് ശകാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഹസ്ബൻഡാണ് ഇത് പേ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഈ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് ഒരു ഓട്ടോയും വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആണെങ്കിൽ ഓട്ടോയിലൊക്കെ തപ്പിപ്പിടിച്ച് അങ്ങ് പോവാണ്. അഡ്രസ്സൊക്കെ കിട്ടി. അങ്ങനെ പോകുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നത്. ഈ കേണൽ സ്വാമി എപ്പോഴും ഇങ്ങനെ കെട്ടിച്ചമച്ച കഥകൾ, അതായത് ഇങ്ങനെ അദ്ദേഹം ജസ്വന്ത് സിംഗിനോട് പറഞ്ഞിരുന്നതൊന്നും കറക്റ്റായിട്ടല്ല, കള്ളത്തരമായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത്. അതാണ് ഒരു ട്വിസ്റ്റ് ഇതിൽ. അദ്ദേഹം പറഞ്ഞിരുന്നത് എനിക്കൊരു ഫുൾ ഫാമിലി ഉണ്ട്, കൊച്ചുമക്കളുടെ കൂടെ ഭയങ്കര ഹാപ്പിയാണ്, മരുമക്കളും ആൺമക്കളും ഒരുപാട് അദ്ദേഹം സ്നേഹിക്കുന്നു, ഒന്നിച്ചൊക്കെയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നേരെ ഓപ്പോസിറ്റായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം. വലിയൊരു ഫാമിലി ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷേ വൈഫിൻ്റെ മരണശേഷം കൂടെ താമസിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് 8 വർഷത്തോളം അദ്ദേഹം തനിച്ചാണ് താമസിച്ചിരുന്നത്. അപ്പം കുറേ ദിവസമായിട്ട് കേണൽ വരാണ്ടാണല്ലോ ഈ വീട്ടിൽ പോകുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് കേണൽ സ്വാമി മരിച്ചു. ഈ കാണണ്ടായ ആ ദിവസം തന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അപ്പം ഈ അദ്ദേഹം ആരാധിച്ചിരുന്ന ആ ഒരു മക്കളെന്നൊക്കെ പറയുമ്പം യഥാർത്ഥത്തിൽ ഭയങ്കര അത്യാഗ്രഹികളായിരുന്നു. ഈ അത്യാഗ്രഹം കൊണ്ട് മകൻ കേണൽ സ്വാമിനെ തല്ലിക്കൊന്നത് എന്നൊക്കെയാണ് പറയുന്നത്. കറക്റ്റ് തല്ലിക്കൊന്നതല്ല, അവിടെ ഒരു ഇഷ്യൂ ഒക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ദിവസം ഈ കേണൽ സ്വാമീനെ മകൻ റൂമിനുള്ളിൽ പൂട്ടിയിട്ട് ഒരുപാട് തല്ലും. ക്യാഷ് വീട് വിൽക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാൻ പറഞ്ഞിട്ടാണ് തല്ലുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കരച്ചിലൊക്കെ പുറത്ത് കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിലുള്ള മിസ്റ്റർ ആൻഡ് മിസ്സിസ് ശ്രീവാസ്തവ് നെയ്ബറാണ്, അവർ പോയിട്ട് ഒരുപാട് തട്ടയും ഒക്കെ ചെയ്തിട്ട് ഇദ്ദേഹം തുറക്കുന്നില്ല. മകനാണെങ്കിൽ ഒരുപാട് ഇദ്ദേഹത്തെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ പിന്നെ പോലീസിലും അടുത്തൊക്കെ അറിയിച്ചിട്ടൊക്കെയാണ് ഒരു വിധത്തിൽ മകനെ പുറത്തിറക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പരിക്കൊക്കെ പറ്റും. പക്ഷേ ഈ മകനായതുകൊണ്ട് കേസൊന്നും കൊടുക്കുന്നില്ല അദ്ദേഹം, കംപ്ലൈൻ്റൊന്നും ഇല്ലയെന്ന് വയ്ക്കുകയാണ്. അങ്ങനെ ഭയങ്കര ഒരു സംഘർഷം നിറഞ്ഞൊരു ലൈഫായിരുന്നു സത്യം പറഞ്ഞ ഈ കേണൽ സ്വാമിയുടേത്. അങ്ങനെ കുറേ ഇങ്ങനെ ഹിഡൻ ട്രൂത്തൊക്കെ ഉണ്ടായിരുന്നെന്ന് അവിടെ എത്തുമ്പോഴാണ് ശരിക്കും ഈ ജസ്വന്ത് സിംഗ് അറിയുന്നത്. ഇതെല്ലാം പറയുന്നത് ഈ നെയ്ബറായിട്ടുള്ള ശ്രീവാസ്തവ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ശ്രീവാസ്തവാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് കുട്ടികളൊന്നുമില്ല. അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഇത്രയും മക്കളുണ്ട്. അദ്ദേഹം മരിച്ച സമയത്ത് പോലും മറ്റാരും വന്നില്ല. മൂത്ത മകനും മരുമകളും ഒക്കെയാണ് വരുന്നത്. പക്ഷെ അവർ വരുന്നത് പോലും ആ വീട്ടിൽ വില പിടിച്ച എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആകെ അദ്ദേഹം മരിച്ച ദിവസം സ്വന്തം മക്കളാരും വരുന്നില്ല. വരുന്നത് മൂത്ത മകനും മക്കളും വരുന്നുണ്ട്. അതും എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വരണത്. ആകെ അദ്ദേഹം മരിക്കുമ്പം അന്ന് കരയുന്നത് അവിടുത്തെ സ്ട്രീറ്റിൽ കുറച്ച് കുട്ടികളുണ്ട്. ഇദ്ദേഹം അവരെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ജസ്വന്ത് സിംഗ് ഈ 2 കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, കുമുദിനി കാത്യായനി, അവർക്ക് വേണ്ടി കേക്കും ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ടാണ് പോണത്. ഇതെല്ലാം അവിടെ കൊണ്ടുപോകുമ്പോഴല്ലേ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. ശരിക്കും ഈ കുമുദിനി കാത്യായനി ഈ രണ്ടാമത്തെ മകൻ്റെ ഭാര്യയുടെ മക്കളാണ്. അപ്പോൾ അനുശ്രീ എന്നൊക്കെയാണ് രണ്ടാമത്തെ മകൻ്റെ ഭാര്യയുടെ പേര്. അവളൊരു നർത്തകിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കല്യാണത്തിന് മുന്നേ
നർത്തകി ആയിട്ടുള്ള അനുശ്രീയുടെ ടീച്ചറുണ്ടല്ലോ, അദ്ദേഹം പറയും ഈ വിവാഹം വേണ്ട, വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളൊന്നും ഉണ്ടാവരുത്, അതായത് പ്രൊഫഷനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ കുമുദിനി കാത്യായനി ഇരട്ട കുട്ടികളാണ് അവർ ജനിക്കുന്നത്. അപ്പോൾ ഫുള്ള് പ്രശ്നങ്ങളാണ്. എല്ലാവർക്കും അവരുടെ പ്രൊഫഷനാണ് ഇമ്പോർട്ടൻറ്റ് ഫാമിലി ലൈഫിനെക്കാട്ടി. മൂത്ത മരുമകൾ മാത്രം അവളൊരു സിംഗർ എങ്ങാണ്ടായിരിക്കും, സിംഗറാണ്. അപ്പോൾ അവൾ മാത്രം ഫാമിലി ആയിട്ട് നിൽക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും പ്രൊഫഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഫാമിലി ലൈഫിനെക്കാട്ടിലും. അങ്ങനെ ഈ കുട്ടികളെ ഇവർ തമ്മിൽ, രണ്ടാമത്തെ മകനും മരുമകളും തമ്മിൽ ഡിവോഴ്സ്ഡ് ആവുകയും ഈ കുട്ടികളെ ഈ അച്ഛനെ കാണിക്കാണ്ട് ദൂരത്ത് ഒരു ഹോസ്റ്റലിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് അവരെ കാണാനൊന്നും പറ്റുന്നില്ല. എന്നിട്ട് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടാണ് ഇദ്ദേഹം കൂളായിട്ടൊന്ന് ഈ ജസ്വന്ത് സിംഗിനോട് ഇങ്ങനെ തള്ളിമറിച്ചൊക്കെ കഥയൊക്കെ പറയുന്നത്, മകനെയും മകളെയൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ അറിയുമ്പം ഈ ജസ്വന്ത് സിംഗിന് ഭയങ്കര സങ്കടമാവും. അപ്പോൾ ആ സ്ട്രീറ്റിലെ കുട്ടികൾ മാത്രമാണ് ഇദ്ദേഹം മരിക്കുമ്പം ആകെ കരയുന്നത്. ഈ ഒരു സംഭവം അറിയുമ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സങ്കടം വരാണ്. കേണൽ സ്വാമീനെ പറ്റി ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടിയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പം അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമാവും. ഈ കേണൽ സ്വാമി മരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കാനിറങ്ങും, അപ്പോൾ സ്റ്റെപ്സിൻ്റെ അവിടെ എത്തുമ്പം അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് വീണ് മരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും ഈ ശ്രീവാസ്തവും ഒക്കെയാണ്. അങ്ങനെ ജസ്വന്ത് സിംഗും ആലോചിക്കുകയാണ് അദ്ദേഹത്തിനും ഈ ഒരു ഗതികേടാണ് വരാൻ പോകുന്നത്. ഇതുപോലെ ഇനിയിപ്പോൾ വൃദ്ധാശ്രമത്തിലൊക്കെ കൊണ്ടാക്കാൻ നിൽക്കുകയാണ്. എല്ലാവർക്കും ഒരു പട്ടിയുടെ വിലയുള്ളൂ അദ്ദേഹത്തിന് ആകെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നത് വേലക്കാരിയായിട്ടുള്ള കാൺപൂരിലെ വീട്ടിലിപ്പോൾ താമസിക്കുന്ന വേലക്കാരിയായിട്ടുള്ള സുൻഗുനിയെയും അവളുടെ മക്കളും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹം വിചാരിക്കും എന്തായാലും ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ തനിക്ക് വരണ്ട. അദ്ദേഹം ഒരു ഡിസിഷൻ എടുക്കുകയാണ്, തിരിച്ച് അങ്ങ് പോകാൻ. തൻ്റെ കാൺപൂരിൽ തനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, പൈസ കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടൊരു പട്ടീനെ പോലെ ഇങ്ങനെ നിൽക്കുന്നത് കടിച്ചു തൂങ്ങി. അങ്ങനെ അദ്ദേഹം തിരിച്ചങ്ങ് സുൻഗുനിയുടെ അടുത്ത് പോവാം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, ഞാൻ വരും, എനിക്കുള്ള ഭക്ഷണം ഒക്കെ റെഡിയാക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പിന്നെ ദഹിപ്പിക്കാനുള്ള ചുമതലയും എല്ലാം സിൻഗുനിയെയും കുട്ടികളെയും ഒക്കെ ഏൽപ്പിക്കുകയാണ്, തൻ്റെ കാര്യങ്ങൾ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം കേണൽ സ്വാമിയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം മടങ്ങുമ്പം താൻ കാൺപൂരിലേക്ക് ഇനി മടങ്ങും എന്ന് തീരുമാനിക്കുകയും കാൺപൂരിലെ സ്വത്ത്, അദ്ദേഹത്തിൻ്റെ അവിടെ ലോക്കറിലിരിക്കുന്ന ജ്വല്ലറിയും മറ്റ് സ്വത്തും എല്ലാം സുൻഗുനിയുടെ പേരിലേക്ക് മാറ്റണം. മരുമകളും മകളും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് അച്ഛനോട് ഒരുപാട് ഫോഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതായത് ഈ സ്വത്തും പണവും ഒക്കെ ഈ സുനൈന ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ വില പിടിച്ച സാരികളൊക്കെ അവിടെ നിന്ന് ചീത്തയാവൂലേ, അപ്പോൾ ഓർണമെൻറ്റ്സൊക്കെ അവിടെ ഇരിക്കില്ല, ആ ലോക്കറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാമെന്ന്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, എൻ്റെ മനസ്സിൽ അവൾ മരിച്ചിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ മരിച്ചു കാണും, പക്ഷെ എൻ്റെ മനസ്സിൽ നിങ്ങളുടെ അമ്മ മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അതെല്ലാം സുൻഗുനിയുടെ പേരിലേക്ക് മാറ്റണം എന്നൊക്കെ ചിന്തിച്ചിട്ട് സുൻഗുനിയെ വിളിച്ചിട്ട് അവളുടെ കുട്ടികൾക്കൊപ്പവും ജീവിതത്തിൻ്റെ ഒരു പുതിയൊരു ഘട്ടം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയാണ്. ആ ഒരു ബന്ധത്തിന് സുൻഗുനി എന്ത് പേര് നൽകിയാലും, ഇപ്പോൾ ഒരു വേലക്കാരിയും യജമാനും തമ്മിലുള്ളൊരു ബന്ധമായാലും, ഒരു ഫ്രണ്ട്ഷിപ്പായാലും, അച്ഛൻ മകൾ, എന്തൊരു ബന്ധമായാലും അതിനെന്ത് പേര് നൽകാൻ ആഗ്രഹിച്ചാലും അത് സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജസ്വന്ത് സിംഗിൻ്റെ ഈ ഒരു തീരുമാനത്തിലൂടെയാണ് ഗിലിഗഡു എന്ന നോവൽ തീരുന്നത്. അപ്പോൾ ഇതിൽ പ്രായമായ ആൾക്കാരുടെ പ്രശ്നങ്ങളും ഈ ഒരു സാഹചര്യം, അതായത് അവർ ഫേസ് ചെയ്യുന്ന അവഗണനയും പരിഹാസവും ബുദ്ധിമുട്ടുകളും ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മക്കളുടെ അടുത്തുനിന്നും എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടുന്ന ആ ഒരു ബിഹേവിയറും, ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു റിയൽ ആയിട്ടുള്ളൊരു സംഭവമാണ്, ഒരു സാഹചര്യമാണ്. ഇതിനെ നമ്മളെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മളെ ഈ ഒരു ഇതിനെ പറ്റി ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ലേഖിക. ഇങ്ങനെയാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. ഈ ഒരു ജസ്വന്ത് സിംഗിൻ്റെ ആ ഒരു ഉറച്ച തീരുമാനത്തോടെയാണ്. ഈ വയോജനങ്ങളുടെ, അതായത് വൃദ്ധരായിട്ടുള്ളവരെ പ്രശ്നങ്ങളെ കാണിച്ച് എഴുത്തുകാരി ഈ സാഹചര്യം നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അപ്പം ഈ പ്രായമായവർ, ഏജ്ഡ് ആയിട്ടുള്ളവർ എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, സാമ്പത്തികമായിട്ട് അവർക്ക് സ്വയം പര്യാപ്തരാണെങ്കിൽ, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മറ്റാരെയും താങ്ങേണ്ട ആവശ്യമില്ല. അവർക്ക് അത്യാവശ്യം ഹെൽത്ത് ഉണ്ട്, ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇങ്ങനെ പട്ടീനെ പോലെയൊക്കെ ഇങ്ങനെ ഇത്രയും സഹിച്ച് കിടക്കേണ്ട ആവശ്യം അവർക്കില്ല.
മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. പകരം അവർക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാം എന്നൊരു ഡിസിഷൻ. അതായത് അവർക്ക് ക്യാഷ് ഉണ്ട്, ഹെൽത്ത് അത്യാവശ്യം ഓക്കെ ആണെങ്കിൽ അവർക്ക് മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വയം എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്, അതിനേക്കാളും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാം എന്ന ഈ ഒരു ജസ്വന്ത് സിങ്ങിൻ്റെ തീരുമാനത്തിലൂടെയാണ് റൈറ്റർ ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം എന്നൊരു തീരുമാനം. അതായത് വൃദ്ധരായിട്ടുള്ളവർ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയം നിൽക്കാമല്ലോ, എന്തിനാ വെറുതെ ഇങ്ങനെ എല്ലാവരുടെ അവഗണനയും ഒക്കെ ഏറ്റുവാങ്ങി നിൽക്കണത്. അപ്പോൾ ഇതാണ് ഈ നോവൽ കൂടി പറയണത്.